നബിദിനമായതുകൊണ്ട് നബിയെക്കുറിച്ചുള്ള അഥവാ നബി പറഞ്ഞ കുറേ കഥകൾ കേൾക്കുമായിരുന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, എനിക്ക് അങ്ങനെ കൂടുതൽ പുസ്തകങ്ങൾ വായിച്ചോ ഒന്നും അത്ര അറിവില്ലാത്ത ഒരു കാര്യമാണ് ഇസ്ലാം മതം എന്നത്. ഞാൻ പല കൂട്ടുകാരോടും പറയാറുണ്ട്, എനിക്കതിൻ്റെ കുറച്ച് പുസ്തകങ്ങളൊക്കെ തരണമെന്ന്. എന്തോ ആരും തന്നിട്ടില്ല, അഥവാ ഞാൻ കയ്യെത്തി പിടിച്ചിട്ടില്ല. കുറച്ച് അറിവില്ലാത്ത ഒരു മേഖലയാണത്. പക്ഷേ വളരെ ചെറുതായിട്ട് കുട്ടികൾക്കുള്ളതുപോലെയുള്ള കുറേ കഥകൾ അടങ്ങിയൊരു ഇന്ന് എൻ്റെ കിട്ടി. അപ്പോൾ അതിരുന്ന് വായിക്കായിരുന്നു. അതിൽ 2 കഥ ഞാൻ ഈ സമയത്ത് നിങ്ങളുമായിട്ടൊന്ന് പങ്കുവയ്ക്കട്ടെ. അതെനിക്കിഷ്ടമായി ഈ സംഭവം. അപ്പോൾ അതിൽ ഒരു കഥ ഇങ്ങനെയാണ്. അതായത് ഒരിക്കൽ ഒരു പാവപ്പെട്ട ഒരു മനുഷ്യൻ, പുള്ളി തീയെ ആരാധിക്കുന്നവൻ എന്നാണ് ആ കഥയിൽ പറയുന്നത്. ഇസ്ലാം മതവിശ്വാസി ആയിരുന്നില്ല. അദ്ദേഹം ഇങ്ങനെ ചെന്ന് ഒരു വലിയ മുസ്ലിം ഒരു പണ്ഡിതൻ്റെ അടുത്ത് ചെന്നിട്ട് ഭയങ്കര തീവ്രമായി മതത്തിൽ വിശ്വസിക്കുന്ന, അള്ളാഹുവിൽ വിശ്വസിക്കുന്ന ഒരു പുണ്യാത്മാവ് പോലെയുള്ള അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നിട്ട് ഭക്ഷണം ചോദിച്ചത്രേ. ഭക്ഷണം ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞു, ഇല്ല, ഞാൻ എൻ്റെ മതത്തിലല്ലല്ലോ വിശ്വസിക്കുന്നത്, നിങ്ങൾ വേറെ മതമല്ലേ, നിങ്ങൾക്ക് അള്ളാഹുവിനെ കാണുന്നില്ലല്ലോ, അതുകൊണ്ട് ഭക്ഷണം തരാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അള്ളാഹു അന്ന് ആ പുണ്യവാനോട് ചോദിച്ചത്രേ, ആ ആൾക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാനായിട്ട് എന്തായിരുന്നു ഒരു തടസ്സം? ഇത്രയേറെ വർഷങ്ങളായി ഞാൻ ആ മനുഷ്യന് ഭക്ഷണം കൊടുത്ത് തീറ്റിപ്പോറ്റുന്നു, മറ്റാരാണ് അയാൾക്ക് ഭക്ഷണം കൊടുക്കുന്നതെന്നാണ് കരുതിയത്. അപ്പോൾ നിൻ്റെ കൈകൊണ്ട് കുറച്ച് ഭക്ഷണം കൊടുക്കുകയായിരുന്നു വേണ്ടതെന്ന്. അതോടെ ഇദ്ദേഹത്തിന്, ഈ മതപണ്ഡിതന് വളരെയധികം വിഷമായി തിരിച്ചു പോയിട്ട് ഭക്ഷണം കൊടുത്തു. പിന്നീട് ഒരിക്കലും ഇത്തരം സ്പർദ്ധകൾ മനസ്സിൽ സൂക്ഷിച്ചില്ല എന്നൊരു കഥയുണ്ട്. പിന്നെ വേറൊരു കഥ യുദ്ധകാലമായിരുന്നു. യുദ്ധകാലത്ത് നബിയോട് ഒരാൾ വന്ന് പെട്ടെന്ന് ഒരു വാർത്ത പറഞ്ഞു, അതായത് യുദ്ധത്തിൽ കുറേ കുട്ടികൾ കൊല്ലപ്പെട്ടു എന്ന്. അപ്പോൾ അദ്ദേഹത്തിന് വളരെ സങ്കടമായി. അപ്പോൾ ഈ വരുന്നവരുടെ മനസ്സൊരിക്കലും അത്ര ഉയരില്ലല്ലോ പ്രവാചകനോളം. അപ്പം നബിയുടെ ദുഃഖം ഒന്ന് കുറയ്ക്കാനായിട്ട് അദ്ദേഹം പറഞ്ഞു, ദൈവദൂതരെ, എന്തിനാണ് ദുഃഖിക്കുന്നത്? കൊല്ലപ്പെട്ടതൊന്നും നമ്മുടെ കുട്ടികളല്ല, എല്ലാം ശത്രുക്കളുടെ കുട്ടികളാണ്. നബിയുടെ ദുഃഖം തെല്ലെന്ന് കുറയ്ക്കാനാണ് ആ ശിഷ്യൻ ഇത് പറഞ്ഞത്. പക്ഷേ അവിടുന്ന് കൂടുതൽ സങ്കടപ്പെടുകയാണ് ഉണ്ടായത്. പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം എല്ലാ കുട്ടികളും ഒരുപോലെയാണ്. ആരുടെ കുട്ടികൾ എന്നതല്ല പ്രശ്നം. കുട്ടികൾക്ക് യാതൊരു പങ്കുമില്ലാത്ത വലിയവർ തമ്മിലുള്ള യുദ്ധത്തിൽ ഒരു കുട്ടിയും വധിക്കപ്പെട്ടുകൂടാ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പക്ഷം. അദ്ദേഹം പറഞ്ഞു, നോക്കൂ, കുട്ടികൾ തീർത്തും നിരപരാധികളായിരുന്നു, ഒരു തെറ്റും അവർ ചെയ്തിട്ടില്ല. എന്നിട്ടും നബി തുടർന്നു, ഒരു യുദ്ധത്തിലും കുട്ടികൾ കുറ്റക്കാരല്ല. വലിയവരുടെ തെറ്റിന് ഒരു കുട്ടിയും ശിക്ഷിക്കപ്പെടാനും പാടില്ല. മേലാൽ ഒരു യുദ്ധത്തിലും കുട്ടികളെ, അവർ ആരുടേതാണെങ്കിലും, കൊല്ലാൻ പാടില്ലെന്ന് പ്രവാചകൻ യോദ്ധാക്കളെ കർശനമായി വിലക്കിയത്രേ. പിന്നെ ഒരു കഥയും കൂടെ പറയാം. കുറച്ച് നീളമുള്ള കഥയാണ്, എന്നാലും എനിക്കത് വളരെയധികം ഇഷ്ടമായൊരു കഥയാണ്. അപ്പോൾ ഒരിക്കൽ പ്രവാചകൻ ഇസ്രായേൽ സമുദായത്തിൽപ്പെട്ട ഒരു ഘാതകൻ്റെ ചരിത്രം അനുയായികൾക്ക് വിവരിച്ചു കൊടുത്തു. ഇസ്രായേൽ സമുദായത്തിൽ ഒരു കുപ്രസിദ്ധ കൊലപാതകി ഉണ്ടായിരുന്നു. 99 ആളുകളെ അയാൾ കൊന്നിട്ടുണ്ട്. ഇത്ര അധികം മനുഷ്യാത്മാക്കളെ അയാൾ ഹനിച്ചു കളഞ്ഞെങ്കിലും പിന്നീട് അയാൾക്ക് പാപപങ്കിലമായ തൻ്റെ ജീവിതത്തെക്കുറിച്ച് ഖേദം തോന്നി. വിഷമയോ, ഇത്രയും പേരെ കൊന്നല്ലോ എന്നൊക്കെ. അപ്പോൾ ഇങ്ങനെ കൂടി കിടക്കുന്ന 99 പേരെ കൊന്നയാളാണ്. അതിൻ്റെ കൂടെ ബാക്കിയുള്ള കഷ്ടങ്ങൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്നുള്ളത് വേറെ. അപ്പോൾ ഈ പാപങ്ങൾക്ക് പരിഹാരം ഉണ്ടാവണമെന്ന് പുള്ളി ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചു. അപ്പോൾ ഇനിയെങ്കിലും നല്ല മനസ്സോടെ ദൈവത്തോട് ചേർന്നുള്ള ഒരു മനസ്സ് വേണമെന്ന് വെച്ചിട്ട് പുള്ളി അതിനെന്തെങ്കിലും ഒരു വഴിയുണ്ടോയെന്നറിയാനായിട്ട്, നല്ല പാത കിട്ടാനായിട്ട്, ഒരു ഉപദേശത്തിനായി ഏറ്റവും വലിയ പണ്ഡിതനാരോ അയാളെ സമീപിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ പുള്ളി വഴിയിറങ്ങിയിട്ട് അങ്ങനെ അന്വേഷിച്ച് അവസാനം അറിവ് കിട്ടി, അവിടെ അടുത്തൊരു സന്യാസിയുണ്ട്, ദൈവകാര്യങ്ങളിൽ ഇങ്ങനെ പ്രായശ്ചിത്തം ചെയ്താൽ ഇനി സ്വർഗം കിട്ടുമോ, ഇത്തരം കാര്യങ്ങളിൽ വലിയ പണ്ഡിതനാണെന്നറിഞ്ഞു. ഈ പണ്ഡിതൻ്റെ അടുത്തേക്ക് ചെന്ന് തന്നെ നന്മയിലേക്ക് നയിക്കും, ഇനിയുള്ള കാലം തനിക്ക് നന്മ ഉണ്ടാവും എന്ന് കരുതി ഇദ്ദേഹം ഈ സന്യാസിയുടെ അടുത്ത് ചെയ്യുന്നു.
നോക്കണേ, ആള് മുൻകോപിയാണ്, കൊലപാതകിയാണ്. എന്തായാലും ഇയാളുടെ അടുത്ത് ചെന്ന് ചോദിച്ചിട്ടുള്ള കാര്യം പറഞ്ഞു. അല്ലയോ ഗുരു, 99 മനുഷ്യാത്മാക്കളെ വധിച്ചു കളഞ്ഞ ഒരു മഹാഘാതകനാണ് ഞാൻ. എനിക്ക് എങ്ങനെയാണ് പാപമോചനം സിദ്ധിക്കുക? കാരുണ്യവാനായ ദൈവം എന്നോട് എങ്ങനെയാണ് പെരുമാറുക? എനിക്ക് എങ്ങനെയാണ് ദൈവത്തിങ്കലേക്ക് വഴി തുറന്നു കിട്ടുക എന്ന് ഈ ഇങ്ങരുടെ കുമ്പസാരെല്ലാം കേട്ടപാടെ ഈ സന്യാസി തികഞ്ഞ അവജ്ഞയും അമർഷവും നിറഞ്ഞ സ്ഥലത്തിൽ ഇങ്ങനെ പറഞ്ഞു, ഇല്ല, നിങ്ങൾക്ക് ഒരിക്കലും പാപമോചനം കിട്ടുകയില്ല. ഇത് കേട്ടപ്പോൾ ഇവർക്ക് കുറച്ചുകൂടി ദേഷ്യമായി. കാരണം എന്തായാലും നരകത്തിൽ പോകാൻ പോവാ. പുള്ളി എന്ത് ചെയ്തു? നിരാശയും കലിയും കൂട്ടി ക്ഷോഭിച്ച് അയാൾ ആ സന്യാസിയും കൊന്നു കളഞ്ഞു. അപ്പോൾ ഇപ്പോൾ 100 പേരെ കൊന്നേ. അങ്ങനെ ആ പാപിയുടെ വിഷമിച്ചു. ഇനി ആരെങ്കിലും കാണുമോ, തിരിച്ചു വരണമെന്ന് ഉത്കടമായ ആഗ്രഹമുണ്ട്. പക്ഷേ വീണ്ടും വീണ്ടും പാപത്തിലേക്ക് നയിക്കപ്പെടുകയാണ്, അല്ലെങ്കിൽ അതിലേക്ക് എടുത്തി ആടിപ്പോവുകയാണ്. അപ്പോൾ മുട്ടുകൻ തുറപ്പൊക്കപ്പെടും എന്നുള്ള അതുപോലെ പുള്ളി ഇങ്ങനെ മനസ്സുകൊണ്ട് ഭൂലോക പണ്ഡിതരിൽ മഹോന്നതനാരാണ് എന്ന് അന്വേഷണം. അങ്ങനെ മറ്റൊരു മഹാപണ്ഡിതനെ കുറിച്ച് വിവരം കിട്ടി. അങ്ങനെ അദ്ദേഹം അടുത്ത പണ്ഡിതനെ കണ്ടപ്പോൾ കഴിഞ്ഞ തവണ 99 ഇത്തവണ 100 100 ആളുകളെ വധിച്ച ഒരു മഹാപാപിയാണ് ഞാൻ മോക്ഷത്തിന് അർഹനാണോ എന്ന് ഈ പണ്ഡിതൻ്റെ അടുത്ത് ചോദിച്ചു. അപ്പോൾ ഈ പണ്ഡിതൻ പറഞ്ഞു, അതെ, തീർച്ചയായിട്ടും നീയും മോക്ഷത്തിനർഹനാണ്. പശ്ചാത്തപിച്ച ഹൃദയത്തോടെ സൃഷ്ടാവിലേക്ക് മടങ്ങുന്ന മനുഷ്യനെ തീർച്ചയായിട്ടും അല്ലാഹു സ്വീകരിക്കും. അത് കേട്ട് നല്ല സന്തോഷമായി. ഇനിയിപ്പം തിരിച്ചു വന്നാലും സ്വീകരിക്കുമല്ലോ. ദൈവകാരുണ്യത്തിൽ നിന്ന് മനുഷ്യനെ തടഞ്ഞു നിർത്താൻ ഒന്നും തന്നെയില്ല. അതുകൊണ്ട് നീ ബുസ്ര രാജ്യത്തേക്ക് പോവുക. സർവാത്മന അല്ലാഹുവിനെ അനുസരിക്കുന്ന കുറേ സജ്ജനങ്ങളുണ്ട് അവിടെ അവരോടൊപ്പം അല്ലാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾക്കൊത്ത് ജീവിക്കുക. സ്വദേശത്തേക്ക് ഒരിക്കലും മടങ്ങരുത്. വളരെ മ്ലേച്ഛമായ ഒരു നാടാണ് നിന്റെ സ്വദേശം. അങ്ങനെ ഈ പണ്ഡിതൻ ഈ കൊലയാളിക്ക് തന്ന നിർദ്ദേശമായിട്ട് പുള്ളി ബുസ്ര എന്ന സ്ഥലത്തേക്ക് യാത്ര തിരിച്ചു. പക്ഷെ എന്താ സംഭവിച്ചത്? യാത്ര ഇങ്ങനെ തിരിച്ചെങ്കിലും അത് പകുതിയായപ്പോൾ പുള്ളി മരിച്ചു പോയപ്പോഴത്തേക്ക് മലക്കുകൾ വന്നു. മലക്കുകൾ പറഞ്ഞു, ആരാണ് ഇയാളുടെ ആത്മാവ് ഏറ്റെടുക്കേണ്ടത്? കാരുണ്യത്തിൻ്റെയും ശിക്ഷയുടെയും മലക്കുകൾ തമ്മിൽ തർക്കമായി. അപ്പോൾ കാരുണ്യത്തിൻ്റെ മലക്കുകൾ എങ്ങനെയാണ് പറഞ്ഞതെന്നറിയാവോ? ജീവിതത്തിൻ്റെ ദുഷ്ചെയ്തികളിൽ പരമാവധി ഖേദിച്ച് അല്ലാഹുവിൽ അർപ്പിച്ച ഒരാളായതുകൊണ്ട് ഈ ആത്മാവിനെ ഞങ്ങൾക്കാണെന്ന് പറഞ്ഞു. പക്ഷെ ശിഷ്യയുടെ ആൾ പറഞ്ഞു, അത് പറ്റില്ല, ഒട്ടും നന്മ പ്രയോഗിക്കാത്ത ഇയാൾ ഞങ്ങളുടെയാണെന്ന്. പക്ഷേ അങ്ങനെ വന്നപ്പോൾ മധ്യസ്ഥൻ നീതി വന്ന് പ്രഖ്യാപിച്ചത് എന്താണ്? ഇയാൾ സഞ്ചരിച്ച വഴിയുടെയും സഞ്ചരിക്കാൻ ബാക്കിയുള്ള വഴിയുടെയും ദൂരം നിങ്ങൾ അളന്ന് തിട്ടപ്പെടുത്തുക. താൻ ലക്ഷ്യം വെച്ച പ്രദേശത്തേക്കാണ് അല്പമെങ്കിലും അടുത്തതെങ്കിൽ ഇയാളുടെ ആത്മാവ് കാരുണ്യത്തിൻ്റെ മലക്കുകൾ സ്വീകരിക്കട്ടെ. ഇത്ര അർത്ഥഗർഭമായ ഒരു കഥയാണല്ലേ. എന്തായാലും എല്ലാവർക്കും നബിദിന ആശംസകൾ. ഈ കഥയോടെ ഒരു പുതിയൊരു ചിന്ത തന്നെ നമുക്ക് തുറന്നു തരുന്നുണ്ട്. ശുഭരാത്രി.